നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാനിയെ, സുപ്രസിദ്ധ സിനിമാ നടൻ പ്രേം നസീറിൻ്റെ 36ാമത് ചരമവാർഷിക ദിനമാണ് ഇന്ന്. ആ മഹാത്മാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കബറിൽ വിരിവിസ്താരെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. എൻ്റെ നാടായ ചെമ്പറക്കിയിൽ ചെറിയത്ത് മീതീൻ മകർ റഫീഖ് ഏതാനും നാളുകൾക്ക് മുൻപ് വാഹനം കുടക്കിപ്പെട്ട് കോമയിൽ കഴിയായിരുന്നു. ആ യുവാവ് ഇന്നലെ മരണപ്പെട്ടു. ലൂണാർ ബസ് സർവീസ് ഉണ്ടായതാണ്. അതിനുശേഷം ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്നു. ഏതായാലും ആ യുവാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം തന്നെ പടച്ചവനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ പടച്ചവന് ദുആ ചെയ്യുകയാണ്. ബഹുമാന്യരെ, ഗാസ സമാധാന ഉടമ്പടി നടക്കില്ല എന്ന് പറയുന്നു. ലോസ് ഏഞ്ചൽസിൽ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇനിയുള്ള കുറേ ദിവസങ്ങളും വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരിക എന്ന് കാലാവസ്ഥാ നിരീക്ഷക റിപ്പോർട്ട്. അവിടെ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് വലയുന്ന ഹതഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ദുഃഖത്തോടുകൂടി പറയട്ടെ, പ്രകൃതി ക്ഷോഭം ഉണ്ടാകുമ്പോൾ അതെവിടെയായിരുന്നാലും അത് ദൈവകോപമായിട്ടോ അല്ലെങ്കിൽ ജാതീയ അടിസ്ഥാനത്തിലൊന്നും വ്യാഖ്യാനിക്കുകയോ ചിന്തിക്കുന്നോ പറയുകയോ ചെയ്യുന്നത് തെറ്റ് മാത്രമല്ല, കുറ്റം കൂടിയാണ്. ചില സന്ദർഭങ്ങളിൽ ചിലൊരു വാക്ക് വായിൽ നിന്ന് വരുന്ന ഭാഷയുടെ കാഠിന്യം വളരെ ഗൗരവമുള്ളതാണ്. കാക്കയ്ക്കും നൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയും പോലെ ഓരോരോ മക്കൾക്ക് ആവത്ത് വരുമ്പോൾ ആരായിരുന്നല്ലോ, അറബിയായാലും അനറബിയായാലും അത് വിഷയം തന്നെയാണ്. ഒരു സുപ്രസിദ്ധ സിനിമാ നടനുണ്ടല്ലോ, അദ്ദേഹം ഗാസയിലെ കുഞ്ഞു മക്കളെ ഇസ്രായേൽ അകാരണമായി, ഞാൻ വന്ന് ഇസ്രായേൽ ഗാസ യുദ്ധം ഉണ്ടെങ്കിൽ പട്ടാൾക്കാർ തമ്മിലൊക്കെ യുദ്ധം ചെയ്യട്ടെ, മരിക്കട്ടെ, അതൊന്നും പ്രശ്നമല്ല, സ്വാഭാവികമാണ്. യുദ്ധത്തിൻ്റെ പോയാൽ അതാണല്ലോ എൻ്റെ ഫലം. പക്ഷെ നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുമക്കളെയും സർവോപരി 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുമക്കളെ അതിന് വംശഹത്യ എന്നല്ലേ പറയുന്നത്. അത് കരുതി കൂട്ടിയല്ലേ, മരിക്കുമെന്ന് പൂർണ്ണ ബോധ്യോട് ചെയ്യുന്ന അല്ല, ഊഹാപോഹം വെച്ചല്ലല്ലോ. അത് കണ്ട് ആസ്വദിക്കുകയും അത് അനിവാര്യമാണെന്ന് പറയുകയും അവിടെ എല്ലാവരും നശിപ്പിക്കണം, കൊന്നുകളയണം എന്ന് വീമ്പിളക്കുകയും ഇസ്രായേൽ പട്ടാളക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഈ സിനിമാ നടൻ, അതുപോലെ സിനിമാ നടനായിരുന്നല്ലോ നമ്മുടെ പ്രേം നസീർ, ആ സിനിമാ നടൻ ഇന്ന് കൈകാലിട്ടടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രമ്യഹർമ്മ്യം കത്തിച്ചാമ്പലായി, വെണ്ണീറായി ഏതാനും നിമിഷങ്ങൾക്ക്. ഏറ്റവും വലിയ കോടീശ്വരനല്ലേ, അദ്ദേഹത്തിൻ്റെ വീടും പോയി. ഇപ്പോൾ അവിടുത്തെ അമേരിക്കയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് തോറ്റ അവരുടെ വീട് അപകടത്തിലേക്കാവുന്നൊരു വാർത്ത നിലുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം നമ്മൾ വീണ്ടും പറയുകയാണ്, അത് ഇന്ന് എന്നും പറയുന്നതാണ്, നമുക്ക് എന്ത് തെറ്റും ചെയ്യാം, പക്ഷേ അതിനൊരു ന്യായീകരണം ഉണ്ടായിരിക്കണം. ന്യായീകരണമില്ലാത്ത തെറ്റ് ചെയ്യരുത്. അത് അമേരിക്കയിലും ഇന്ത്യയിലും മൊയ്തീൻ ഷാ ആയാലും. ആ തെറ്റെന്താണ്? ഇപ്പോൾ ഗസയെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ അവിടുത്തെ കുഞ്ഞുമക്കളെ, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുമക്കളെ, ഒന്നും അറിയാത്ത ലോകത്തിലേക്ക് പിറന്നു വീണ മാസങ്ങൾ കഴിഞ്ഞ കുഞ്ഞുമക്കളെ കരുതി കൂട്ടി കൊല്ലുന്ന ഒരു രീതി ആര് ചെയ്താലും തെറ്റാണ്. അത് ഇസ്രായേൽ ചെയ്താലും തെറ്റാണ്. അത് പ്രോത്സാഹനം കൊടുത്ത അമേരിക്ക ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പോൾ അവർ അറിയട്ടെ വിഷമങ്ങൾ എന്താണെന്ന്.
അപ്പോൾ അതേക്കുറിച്ച് അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. മേലാതിനെക്കുറിച്ച് കുറ്റമൊന്നും പറയരുത്, ആപത്തിൽ പിന്നെ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യരുത്. പിന്നെ നമ്മുടെ നിലവറയല്ലോ സമാധി ഇടം തുറന്നു. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. അതിൽ ഒരു നേതാവ് പറഞ്ഞെന്നറിയോ, അങ്ങനെ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പിന്നെ നിലവറയിലത്തെ സമാധി അറ പൊളിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഒരു മറുപടി ഉണ്ട്, ലളിതമായ മറുപടി. നേരെ ചോദ്യം മനോരമ പറയും പോലെ നേരെ ചോദിക്കുക, ചോദ്യം ഉത്തരം പറയുക. എന്താണത്? അതൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരുടെ സാന്നിധ്യത്തിലാണ് സമാധി അടക്കിയിരിക്കുന്നത്. ഇതൊരു ഒളിച്ചും പാത്തുമല്ല. അതിനു വേണ്ടി വാദിക്കുന്ന നിരക്ഷര കുട്ടികളായ ഈ സംഘപരിവാറും ഈ വർഗീയവാദികളും നിങ്ങൾക്ക് നാണാവൂല്ലേ? അനാവശ്യമൊക്കെ ഹിന്ദു മതം എന്നാണ് മറ്റേത് മതത്തെ പോലും പ്രാധാന്യമുള്ളതും ബുദ്ധിജീവികളും ഉള്ളതാണ് എന്ന് നമ്മൾ അംഗീകരിക്കണേ. ഒരു കുഴപ്പമില്ല ഹിന്ദു മതത്തെ കുറ്റം, നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ആ ഹിന്ദുമത വിശ്വാസത്തിൽ നിന്നോട് നിങ്ങൾ ഇത്രയും ചീപ്പായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ വിലയിരുത്തുക? എത്ര മോശമായിട്ടാണ് അത്. ഏതുപോലെ എന്നറിയോ, നമ്മുടെ ജയശങ്കർ വക്കീലിൻ്റെ അഭിപ്രായം പോലെ. ജയശങ്കർ വക്കീലൊക്കെ വളരെ ബുദ്ധിമാനാണ്, വലിയ ഇൻ്റലിജൻ്റാണ്, അഡ്വക്കേറ്റാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന മണ്ടത്തരം പോളിഷ്നെസ് കൊച്ചു കുട്ടികളൊന്നും പറയാത്തതാണ്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്നാലും ഞാൻ സൂചന മാത്രം കൊടുത്തു. അതായത് 2% ക്രിസ്ത്യാനികൾ മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ജയിപ്പിച്ചിട്ടില്ല എന്ന് പിന്നെ ഉള്ള ജയശങ്കർ വക്കീലിന് മറുപടി ഇന്നലെ തന്നെ കൊടുത്ത്. AK അന്തോണി, നിങ്ങളുടെ ഭാഷ AK ആരാണ് ജയിച്ച്? തിരുവരങ്ങാടി, മലപ്പുറമാണ്, കോഴിക്കോടത്. എനിക്കറിയാം മലപ്പുറമാണെന്ന്. പക്ഷേ എങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൊച്ചാക്കണമെന്ന് വെച്ചാൽ ഞാൻ ഒരു 3 പുറകിലേക്ക് മാറി. മലപ്പുറമല്ലേ? തന്നെയല്ല, എത്രയോ സ്ഥലങ്ങൾ. ഹരിദാസ് ഉണ്ട്, പിന്നെ എത്ര ആൾക്കാരുണ്ട്. AP അനിൽകുമാറുണ്ട്, പൊന്നാലിയിൽ നിന്ന് നന്ദകുമാറുണ്ട്, ശിവരാമകൃഷ്ണനുണ്ട്. എത്ര ആൾക്കാർ മലപ്പുറം ജില്ലയിൽ നിന്ന് ആമോസ്റ്റികൾ ജയിച്ചു പോയിട്ടുണ്ട്. അത് തന്നെയല്ല സംഘപരിവാറിൻ്റെ പരാതി. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇരു മുന്നണികളും മുസ്ലിങ്ങളില്ലാത്ത ആരും നിർത്തുന്നില്ല എന്നുള്ള വലിയൊരു പരാതിയാണ്. എൻ്റെ സംഘപരിവാര ജയശങ്കർ വക്കീലെ 10 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കി അരിഷ്ടാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറയില്ലേ? അത് വലിയ വിഷമാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ, സംഘി അനുകൂലം നിൽക്കുന്ന മുസ്ലിം വിരോധം പറയുന്ന, അതിനെക്കുറിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മുസ്ലിം നേതാവ്, മുസ്ലിം ഉദ്യോഗസ്ഥൻ ചാനൽ പറഞ്ഞ കാര്യമുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് കോട്ടയം ഇൻഡസ്ട്രി, ഇടുക്കി ഭാഗത്തുള്ള രാജമുടി, റാണമുടി, പട്ടുമുടി എന്ന 3 എസ്റ്റേറ്റുകൾ, ഏതൊരു 500 ഏക്കർ സ്ഥലം. അന്ന് മിച്ചോ അവരും വന്നിട്ടില്ല. അത് SP ഹസൻ സാഹിബിൻ്റെ ആണ്. അദ്ദേഹം ആലുവയിൽ SP ആയിട്ട്, ആലുവയിൽ അന്ന് SP സ്ഥാനം ഉണ്ട്, ആലുവ പെരുമ്പാവൂർ SP ഓഫീസൊക്കെ ഉണ്ട്. ആലുവയിൽ SP ആയിട്ടിരുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്, 10, 30, 40 വർഷം മുമ്പാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് 4-5 പെൺകുട്ടികളായിരുന്നു. അവരൊക്കെ ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴും അവിടുത്തെ മിടുക്കരായ വിദ്യാഭ്യാസമുള്ള സമ്പന്നരായ മുസ്ലിം യുവാക്കളെ കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിച്ചു പോകുന്ന രീതിയൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ സ്ഥലമായിരുന്നു ഇവർ താമസിച്ചതൊക്കെ. അവിടെ നിന്ന് പുട്ട് കട്ട് ഇടുന്നോ, എന്നിട്ട് പുട്ട് പേരൊക്കെ ഇട്ട് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നമ്മുടെ ഇങ്ങനെ മനുഷ്യനോട് മകനെ പറയും പോലെ PC ജോർജിന് ഒത്ത കണ്ടില്ല. ഇനി എന്തല്ലേ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളുടെ പേര് പറയാൻ PC ജോർജിൻ്റെ ഗ്രൂപ്പിന് സാധിക്കുന്നുണ്ടോ? ഒരാളുടെ പേര്, വെടിയേറ്റ് മരിച്ച ഒരാളുടെ പേര്, ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്. 1000 വർഷത്തോളം അറബികൾ ഇവിടെ മുഗൾമാരൊക്കെ ഭരിച്ചല്ലോ. അവർ 10 പൈസ ഇവിടെ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ബ്രിട്ടീഷുകാരും പോർട്ടുഗീസുകാരും ഡച്ചുകാരൊക്കെ ഇവിടുന്ന് അമൂല്യമായ വസ്തുക്കളെല്ലാം കട്ടുകൊണ്ടുപോയി. പട്ടിണി ദാരിദ്ര്യമായിരുന്നു. മുഗൾ ഭരിക്കുമ്പോൾ 1000 വർഷം ഒരു ദാരിദ്ര്യം ഉണ്ടായില്ല, ഒരു മതപരിവർത്തനം ഉണ്ടായില്ല. ഇവിടെ ഹിന്ദു സമുദായത്തിൽ യാതൊരു പരാതിയില്ല. അതിൽ ഒരു ഹിന്ദു നേതാക്കളും അനുയായികളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തുമില്ല.
PC ജോർജ്, വയറൻ ജോർജ് എന്ന് പറഞ്ഞത് നിൻ്റെ ആ ഭാഷ ഉണ്ടല്ലോ, അവസാനത്തെ പറച്ചിലാവും അത്. എന്താ കാര്യം അറിയുമോ? ഒരൊറ്റ 1000-ഓളം വർഷം മുസ്ലിം സാമൂടെ അറബികൾ ഭരിച്ച, അറബി മുസ്ലിം ചക്രവർത്തിയാരും ഭരിച്ചൂടെ ഒരൊറ്റ ലഹള ഉണ്ടായിട്ടില്ല. അതിനു വേണ്ടി 1000-ഓളം വർഷം ഭരിച്ചിട്ട് അതിനു വേണ്ടി സ്വാതന്ത്ര്യ സമരം ഉണ്ടായില്ലാടോ. 200 വർഷം ഭരിച്ചില്ല ബ്രിട്ടീഷുകാർ. അപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരം വന്ന് ലക്ഷങ്ങളെ കൊന്ന് അങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുത്താണ്. കൽക്കട്ടയിലൊക്കെ ക്ഷാമവും എന്തായാലും കാരണം ഈ ബ്രിട്ടീഷുകാർ ഇരിക്കുമ്പോഴാണ്. 64-ലും 60-ലും പ്ലേഗ് വന്ന് ലക്ഷങ്ങൾ മരിച്ചിട്ടുണ്ട് കൽക്കട്ട. അത് ബ്രിട്ടീഷുകാർ ക്ഷാമമാണ്. അവരുള്ള സമ്പത്തും കൊണ്ടുപോവാണ്. ഇവിടെ ഒന്നും ഉണ്ടായില്ല, കൃഷി ചെയ്യാൻ അവസരം ഉണ്ടാക്കിയില്ല, പട്ടിയും ദാരിദ്ര്യമായി. മണ്ണെണ്ണ ഒരു തുടം എന്ന് പറയും. തുടം എന്ന് പറഞ്ഞാൽ 60 ml ആണ്, 100 ml അല്ല. അതാണ് ഒരു മാസത്തേക്ക് കോട്ട കിട്ടുന്നത് മണ്ണെണ്ണയെ. അറിയോ ജോർജ്? ഇപ്പം ജോർജിന് വാസ്തവം പറഞ്ഞാൽ തല്ലുകൊള്ളാത്തൊരു അസുഖം, ഒരു കുഴപ്പമുണ്ട്. തല്ലുകൊള്ളുമ്പോൾ ഇത് അവസാനിക്കുന്നു തോന്നുന്നത്, ഇത് ഇനിയും ആവർത്തിച്ചാൽ. കാരണം നീ പറഞ്ഞതെന്നറിയോ, 100-200 കോടി മുസ്ലിങ്ങളുണ്ട് ലോകത്ത്. ആ മുസ്ലിങ്ങൾ മുഴുവനാണ്. നീ ലോക മുസ്ലിം കൂടി നീ പറഞ്ഞു, ലോകത്തൊറ്റ മുസ്ലിം ഇല്ലെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ മാത്രമല്ല. അപ്പം നിന്നെയൊക്കെ ഇനി ജീവിക്കാൻ അനുവദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കില്ല ആൾക്കാർ. പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാണല്ലോ അത് വലിയ അപകടം ചെയ്യത്. ക്ഷമ എല്ലാം ചെയ്തിട്ട് ക്ഷമമായിട്ട് കാര്യമുണ്ടോ? എന്താ പറഞ്ഞിട്ട് ഭാഷ അറിയോ? ലോക മുസ്ലിങ്ങളെ കുറിച്ചാണ്, 200 കോടി മുസ്ലിങ്ങളിലെ അവരെ കുറിച്ചാണ് നീ പറഞ്ഞത് ആ ഭാഷയിൽ. അത് തെമ്മാടിത്തരല്ലാതെ. എന്നിട്ട് ഈ പിണറായി സഖാവിൻ്റെ പോലീസും കേരള പോലീസും എന്ത് നടപടി എടുത്തു? 5-ാം തീയതി പോയിട്ട് വന്ന് 16-ആയി, 10-11 ദിവസമായില്ലേ? 15 ദിവസമൊക്കെ എന്ത് നടപടി എടുത്തു നമ്മുടെ കേരള പോലീസ്, നമ്മുടെ പിണറായി പോലീസ്? ഒരു മാവോ സൂക്തം കയ്യിൽ വെച്ചതിന് NIA ചാർജ് ചെയ്തില്ല കൊച്ചു കുട്ടികളെ. എന്താണ് പിണറായി നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നിട്ട് ഈ നികൃഷ്ട ജീവിയെക്കുറിച്ച് നിങ്ങൾ എന്താണ്? അപ്പം ആൾ അറസ്റ്റ് ചെയ്താൽ പേരാവും പെരുമയാവുന്നു. ആയിക്കോട്ടെ, അങ്ങനെ ആകപ്പെട്ട് അവൻ ചെയ്തെങ്കിലും ആകട്ടെ, മേലാൽ പറയാത്ത രീതി ചെയ്യണ്ടേ? എത്ര നീചമായ പ്രവൃത്തി വന്നു. ഞാൻ വാസ്തവം പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ നമ്മൾ പൂവിട്ട് പൂജിക്കുകയാണ്. ഇത്രയും മുഴുവൻ പേരും കൊട്ടാത്തവരാണെന്ന് പറഞ്ഞാൽ ആ ഞരമ്പ് രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ സമുദായത്തിൽ, എല്ലാ സമുദായത്തിലും. അവരൊക്കെ ഇത് വെറുതെ ഇരിക്കുമോ? ഇതൊന്നും പറയണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കഴിഞ്ഞ ദിവസം 10 ദിവസമായിട്ട് കാത്തിയത്. 14 ദിവസമായിട്ടും പോലീസ് യാതൊരു ഉത്സാഹമില്ല, പിണറായിക്ക് ഉത്സാഹമില്ല. എടോ, പിണറായി സഖ്യം ആകെ 10% ഈ വയറൻ ജോർജിൻ്റെ ആൾക്കാർ കേരളത്തിൽ, ബാക്കി 6% കണ്ടുപിട്ട ക്രിസ്ത്യാനാണ്. ഈ 10% വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും എന്തൊക്കെ കോലാലം കാണിക്കുന്നത്. കോൺഗ്രസിന് അറിയണോ? കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ DCC തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ മുസ്ലിങ്ങൾക്ക് ചാൻസ് കൊടുത്തുള്ളതാണ്, മുഴുവൻ ക്രിസ്ത്യാനികൾ കൊടുത്ത്. എന്നിട്ട് ക്രിസ്ത്യാനി BJP വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും ചെയ്ത്. മുസ്ലിങ്ങൾ പലരും വോട്ട് ചെയ്യാനേ പോയില്ല. അവിടെ ഒരു പരാതി ഉണ്ടാകണം, പരാതി ഉണ്ടാകണം. എന്താണെന്നോ, നമ്മുടെ സുന്ദരനായ മുരളീധരൻ, നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ? 10-40% മുസ്ലിങ്ങൾ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. 10-20% ദേശീയ ലെവലുണ്ട്. നിങ്ങൾ ആ അറബി സർവകലാശാലയ്ക്ക് വേണ്ടി ഉത്തര കേരളത്തിലെ 10,000 മുസ്ലിങ്ങൾ 4 പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വന്ന് സഭ ചെയ്തിട്ടോ. നിങ്ങൾ കൺമുല് വെച്ച് അതേക്കുറിച്ച് അനുകൂലമായിട്ട് ഒരു വാക്ക് നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കല്ലേ? രമേശ് ചെന്നിത്തല ശ്രമിച്ചോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ? ലീഗുകാർ പറഞ്ഞോ? ലീഗുകാർ എതിര് നിൽക്കായിരുന്നു. ഭരണം പിടിക്കാൻ നടക്കുകയാണ്. അത് നടക്കൂല. അത് തന്നെ. ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് ഇത്രയും അവോയ്ഡ് ചെയ്തപ്പോൾ ഈ മുരളീധരൻ എവിടെയായിരുന്നു? നിങ്ങൾക്കറിയില്ല DCC ഭാരവാഹികൾ ആരൊക്കെ ഉണ്ടെന്ന്? ആരൊക്കെ നിങ്ങൾ ലിസ്റ്റ് നോക്കിയോ? എന്ത് സംഭവിച്ചു അന്വേഷിച്ചോ? നിങ്ങൾ മത്സരിച്ചിട്ട് നെഞ്ചു വിരിച്ച് വലിയ ഗമയിൽ വന്ന് മത്സരിച്ചല്ലോ. 10-18% ഉണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിൽ 18% ഉണ്ടെന്നാണ് മുസ്ലിങ്ങളെ തന്നെ അറിവ്. ചിലപ്പോൾ വ്യത്യാസം. ഈ 18% നിസ്സാരമാണോ? ആയിട്ട് നിങ്ങൾ ചിന്തിച്ചോ? അവർ തൊപ്പിയിട്ടോ ഇല്ലേ? അതിന് പറഞ്ഞ ഒരു പരിപാടിയായിട്ട് CPM പറഞ്ഞു. അതിന് ഉത്തരം കൊടുക്കാൻ കോൺഗ്രസ് ഇതുവരെ സാധിച്ചില്ല.
ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കൂടുതൽ കിട്ടാനില്ലെന്ന്. ആ കൂടുതൽ വോട്ട് എങ്ങനെയാണ് കൂടുതൽ കിട്ടിയത്? ഇത്തവണ LDF ജയിക്കുമെന്ന് സാധ്യത കണ്ടപ്പോഴും മുസ്ലിം സമുദായത്തിൽ പല കോൺഗ്രസ്സുകാരും പോയവർ, ചിലർ പോയവരല്ല ഈ CPM വോട്ട് അല്ലെങ്കിൽ CPIയുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത്. അങ്ങനെയാണ് LDFിനോട് കൂടുതൽ വോട്ട് കിട്ടിയത്. അല്ലെ LDFിൻ്റെ വോട്ടിൽ നല്ല ശതമാനം BJP കൊണ്ടുപോയി, ക്രിസ്ത്യാനി വോട്ട് നല്ല ശതമാനം BJP കൊണ്ടുപോയി, കോൺഗ്രസ് കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ അവിടെ മേയർ, DC പ്രസിഡന്റ്, ആ കള്ളന്മാരൊക്കെ പിന്നെ എടുത്താണ് നമ്മുടെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. എന്ത് നടപടി എടുത്തുകൾ? നിങ്ങൾ എല്ലാം കരിക്കാട്ടിക്കളയും. ഈ കോൺഗ്രസ് എല്ലാം നശിപ്പിച്ചു കളയും. അവരെല്ലാം അവസാനം BJPയിൽ പോവുകയും ചെയ്യും. പറയാതിരിക്കണം വയ്യ മോനെ മുരളി. അല്ലെങ്കിൽ അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി ഉത്തര കേരളത്തിലെ ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ 4 പ്രാവശ്യം വന്നില്ലേ സമരം ചെയ്യാണ്ട്? എന്തുകൊണ്ട്? വൈ നോട്ട്? എന്തുകൊണ്ട് നിങ്ങൾ അറബിക് സർവകലാശാലക്ക് സാഹചര്യം ഒരുക്കി കൊടുത്തില്ല? മുസ്ലിം ലീഗിനോടും കോൺഗ്രസിനോടും ചോദിക്കുകയാണ്. LDFിനോട് ചോദിക്കുന്നില്ല, അവർ ഭരണത്തിലില്ല, ഭരണങ്ങളല്ലേ. എന്താണ് കാരണം? 10,000 പേര് പോലും സംസാരിക്കുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം കേരളത്തിൽ. അതിനുവേണ്ടി കാലിൽ യൂണിവേഴ്സിറ്റി, സംസ്കൃത യൂണിവേഴ്സിറ്റി തുടങ്ങാൻ വേണ്ടി ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീർ സാഹിബൊക്കെ എത്ര തീവ്രമായി വികാരം കാണിച്ചത്. ആയിക്കോട്ടെ, നല്ല കാര്യം, നമുക്ക് തെറ്റൊന്നുമില്ല. ഏത് ഭാഷ പഠിക്കുന്നതും നമുക്ക് എതിർപ്പില്ല, പഠിക്കണം. ഒരു ഭാഷ ആരും കുത്തികല്ല. അറബികളിൽ മാത്രമൊന്നുമല്ല, മുസ്ലിങ്ങളിലെ അല്ല, അത് ലോക ഭാഷയാണ്. ഈ അറബി ഭാഷ പഠിച്ചാൽ അത് നേട്ടം കിട്ടുന്ന ആർക്കായിരുന്നു? കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളെ ക്രിസ്ത്യാനികൾക്കും നായർക്കുമാണ്. കാരണം ഗൾഫിലൊക്കെ ജോലി പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉയർന്ന ഉദ്യോഗം ഈ 2 വിഭാഗം, നായരും ക്രിസ്ത്യാനിയാണ്. അതിൽ എത്തിങ്ങത്തെ വയ്ക്കുകയല്ല ഈ സുറിയാനി ക്രിസ്ത്യാനി. ബാക്കി മുസ്ലിങ്ങളും മറ്റൊക്കെ പോയ ഡ്രൈവർമാർ അങ്ങനെയുള്ള പണിക്കാണ് നിൽക്കുള്ളൂ. അധികം പേരും ഇല്ലെന്നല്ല, അധികം പേരും. അല്ലെങ്കിൽ ചിലർ ബിസിനസ് ചെയ്തു പോകും. അപ്പോൾ ഈ അറബി ഭാഷ പഠിക്കുക എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ചെയ്യാതിരുന്നത്? അതിനെ എതിർത്തത്. ഇപ്പം ചെയ്തില്ലെന്ന് മാത്രമല്ല, എതിർത്തതാണ് പറയുന്ന ആൾക്കാർ. കാരണം പറയണം. അതിന് ഉത്തരം കൊടുക്കാതെ കുഞ്ഞാക്ക സാഹിബേ, നിങ്ങൾ കേരളം ഭരിക്കാതെ ജയിക്കണ്ട. ഈ 2026 അവസ്ഥ തന്നെയായിരിക്കും. നിങ്ങൾ ഈ സമുദായത്തിൽ ക്ഷമ ചോദിക്കണം. ഞങ്ങൾ തെറ്റുപറ്റി, അത് വെച്ച് ഞങ്ങൾ ഇനി ശിക്ഷിക്കരുത്. ഇപ്പോൾ 2 പ്രാവശ്യം ശിക്ഷിച്ച് ഞങ്ങളത് ഉൾക്കൊണ്ട് ഈ 3ാമത് നിങ്ങൾ ശിക്ഷിക്കരുതെന്ന് ക്ഷമാപണം പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ഭരണം പിടിക്കുകയുള്ളൂ. അല്ല, ലീഗിൻ്റെ ആകെയുള്ള മുസ്ലിങ്ങളിൽ 25% ലീഗുകാരുള്ളൂ. ബാക്കി 70% പുറത്തു കിടക്കുകയാണ്. ആ 70% വോട്ട് കിട്ടുകയാണ് ഇത്രയും കാലം ഈ അന്തോണിയും കുഞ്ഞുഞ്ഞും മാണി ഗീണിയൊക്കെ ഭരിച്ചത്. ഇനി അത് നടക്കില്ല. തുറന്നു പറയാലോ, ഒരു കുഴപ്പമില്ല. ഇനി ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട എന്ന് കാൻഷാമിൻ്റെ ഭാഷ കടമെടുത്ത് മൊയ്തീൻ ഷായും പറയണം. കാരണം ബിക്കോസ് കാൻഷാമിൻ്റെ ശിഷ്യയാണ് ഞാൻ. അല്ല, കുഞ്ഞാലിക്കുട്ടി ശിഷ്യനൊന്നുമില്ല, തങ്ങളുടെ ശിഷ്യനല്ല. അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. ഒരു പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ന്യൂനപക്ഷ പാർട്ടികളിൽ ബഹുമാനിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിം എന്ന് പേര് മാറ്റി അത് ദേശീയ കാഴ്ചപ്പാട് നിൽക്കുന്നില്ല? വേറെ അപകടം നിൽക്കുന്നുണ്ട്. കോൺഗ്രസ്സോട് പറയാണ്. പിന്നെ നമ്മുടെ ഐഷ പോറ്റി UDF വരാൻ പോകുന്നു. എന്താ കാരണം? ഒറ്റ സമുദായം അറിയാമല്ലോ, ഇവിടുത്തെ മുന്നോക്ക ജാതിപ്പെട്ടാണ്. 2 പ്രാവശ്യങ്ങൾ മത്സരിക്കുകയും CPM കിട്ടൂല. അങ്ങനെ CPM കിട്ടൂല എന്ന് കണ്ട പലരും UDF വരുന്നവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറുതെ വരുന്നല്ല. 2 പ്രാവശ്യത്തേക്കുള്ള മത്സരർക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് CPM ധാരണത്തിയുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്, ഇത്തവണ്ടേ. അങ്ങനെ പലർക്കും സീറ്റ് കിട്ടൂല. അവർക്ക് കൊടുക്കണം. 60 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും സീറ്റ് കൊടുക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കി. കോൺഗ്രസ് ആൾക്കാരുണ്ട് ഒത്തിരിത്തോട് ജയിപ്പിച്ച് അസംബ്ലി കൊണ്ട് ഇരിക്കും. ഇതിപ്പോഴും കച്ചവടം 20 സീറ്റ് പാർലമെന്റിലേക്ക് 10 20 പഴയ ആൾക്കാർ. ഇത് 5 വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, 10 വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ആ പഴയ ആൾക്കാർ. ഈ അടുത്ത പറഞ്ഞ 15 വർഷം ആകുമ്പോൾ പറയാം ആ പഴയ ആൾക്കാർ. അത് എന്ത് നീതിയാണെന്ന് ചോദിക്കുന്നത്. ഇവിടെ 20, 25, 30 വർഷം വെള്ളം കോരി വെറുകെട്ടി നടന്ന മുദ്രാവാക്യം വിളിച്ച പാർട്ടി അണികളില്ലേ? UDFിലില്ലേ? കോൺഗ്രസിലില്ലേ? നിങ്ങൾക്ക് മാത്രത്തെ പ്രത്യേകത ജന്മന ജനിച്ചല്ല പാരമ്പര്യമായിട്ട് കൊടുക്കണമെന്നുള്ളത്. നിങ്ങൾക്ക് ആ ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് കുഴപ്പം? 2 പ്രാവശ്യം ജയിച്ചവർ, മത്സരിച്ചല്ല, 10 പ്രാവശ്യം മത്സരം ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മത്സരിച്ച് ജയിച്ചവർക്ക് ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് ഒന്ന് പറഞ്ഞു നോക്കി. എന്നിട്ട് നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങി നിങ്ങൾ ഒത്തിയെടുത്തുകൊണ്ട് പോകും. ഇത് എത്ര പ്രവർത്തിനും കാര്യമില്ല. ആ പഴയ ആൾക്കാരല്ല, ആ കണ്ട മടുത്ത മുഖം. ഇപ്പം ഐഷ പോയിട്ടൊക്കെ എത്ര ആവശ്യമാണ് അസംബ്ലിയൊക്കെ ഇത്.
MLA ഒക്കെ ആയത്. അവരിപ്പോൾ അവിടെ സീറ്റ് കിട്ടായപ്പോൾ ഇപ്പോൾ UDF കയറാണ്. അത് ഇവിടെ ചില കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോരെ, മോള് പോരെ. ഇത് 10-70 വയസ്സെന്ന് വായിച്ചാൽ പറ്റിക്ക്. എൻ്റെ കേട്ട അടുത്ത് പറയണതാണ്. മോള് പോരെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. മറ്റൊരാൾ ആര്യാടുന്നാണ് ഒരാൾ വിളിച്ചല്ലോ, കൊണ്ടുവന്ന് വെച്ചല്ലോ കോൺഗ്രസിലേക്ക്. നിങ്ങൾ അങ്ങനെ മറ്റ് പാർട്ടിയിൽ നിന്ന് നിൽക്കുന്നവരൊക്കെ നിങ്ങൾ പിടിച്ച് UDF കൊടുത്ത് സീറ്റ് കൊടുത്ത് ബാക്കി ഈ ന്യൂനപക്ഷങ്ങൾക്ക് പിന്നോക്ക സമുദായങ്ങൾക്ക് എവിടെ കൊടുക്കും നിങ്ങൾ സീറ്റ്? അത് CPM ചെയ്തതുപോലെ 20 മന്ത്രിസ്ഥാനിൽ 12 നായർക്ക് കൊടുത്തപോലെ 50 സീറ്റ് നായർക്ക് കൊടുക്കുക, 50 സീറ്റും കത്തോലിക്ക് കൊടുക്കുമോ? എന്നിട്ട് ബാക്കി 40 സീറ്റ് പങ്കിടുമോ ഈ 60% ജനങ്ങൾക്ക്? അത് നടക്കില്ല. കാലിനടികൾ മുട്ടിനടിയുള്ളൂ അങ്ങനെ ചെയ്താൽ. ജനങ്ങൾ വയലൻ്റാണ്. അക്കാര്യത്തിൽ വളരെ ബോധവാനാണ്. വയലൻ്റ് മാത്രമല്ല, ബോധവാനാണ്. വെൽ പ്ലാൻ സ്ട്രാറ്റജിയാണ്. ഇതിനുമുമ്പ് പല തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇനിയും സമ്മതിക്കില്ല അത്. ഇപ്പോൾ കേൾക്കുന്നത് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് വരാണ്. ഇങ്ങനെ സീറ്റ് കിട്ടി ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാലോ? 2 പ്രാവശ്യം മത്സരിച്ച് സീറ്റ് കൊടുക്കില്ല എന്ന് CPIM പറഞ്ഞപ്പോഴേ നിങ്ങൾ CPM കുറ്റപ്പെടുത്തുന്നുണ്ട്. പലതും നിങ്ങൾ കുറ്റമാണ്. അതൊക്കെ ഒരു വലിയൊരു ഒരു പിന്നെ പുതുമയല്ലേ? അതൊക്കെ നല്ല കാര്യമല്ലേ? നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടാ അത്? അതിങ്ങനെ മുരളി 4-5 പ്രാവശ്യം മത്സരിച്ച് മുരളിക്കും വേണം. മുരളി മത്സരിക്കാൻ വേണ്ടി ജനിച്ച ആളെന്നാ പുള്ളി പറഞ്ഞത്. എന്നിട്ട് തൃശ്ശൂർ ഇപ്പം എന്ത് പറ്റി? മറ്റോടത്ത് ട്രിവാൻഡ്രത്ത് നാളെ പോയി മത്സരിച്ച് എന്ത് പറ്റി? അങ്ങനെ മത്സരിക്കാൻ വേണ്ടി ആരും വെച്ചിട്ടൊന്നുമില്ലെന്നേ. അങ്ങനെ പുണ്യവാളം വേണ്ടി ആരുമില്ല. രമേഷ് വാങ്ങണം. എത്ര പ്രാവശ്യം മത്സരിച്ചു? ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളൊരിക്കൽ പറഞ്ഞു, 50-50 വാർഷികം ആഘോഷം ഫ്ലെക്സ് വെച്ചാൽ ചാണകം വെള്ളം ഒഴിക്കുന്ന ഫ്ലെക്സിൽ. എന്താ പറയുക, അത്രയും അണികളെ പറ്റിച്ച് അവർ അവസ്ഥകളെയാണ്. പണ്ടൊരു എന്താണ് ഒരു 10,000-15,000 കൊടുത്തൊരു വലിയ ലൈറ്റ് ഇടും. എന്നിട്ട് 1.5 ലക്ഷം രൂപ ഫ്ലെക്സ് വയ്ക്കാൻ വേണ്ടി. എൻ്റെ വക എന്നല്ല, സർക്കാർ ഖജനാവിൽ പണമല്ലേ? അവിടെ ഞങ്ങൾ പറഞ്ഞു ഇനി അതുപോലെ ഫ്ലെക്സ് വെച്ചാൽ ഞങ്ങൾ കരിപോലെ ഒഴിക്കുന്നത്. ഫ്ലെക്സിലാണ് ഒഴിക്കുന്നത്, വ്യക്തിയിലില്ല. അതുകൊണ്ട് വലിയ ഫ്ലെക്സ് വയ്ക്കുന്നില്ല. മറ്റൊരു 10,000 വർക്ക് എടുത്ത് 20,000 രൂപയുടെ ഫ്ലെക്സ് വയ്ക്കുകയാണ്. അങ്ങനെയൊന്നും വേണ്ടെന്നേ. അങ്ങനെ ആർക്കും ഇവിടെ കുത്തയൊന്നുമില്ല. എല്ലാവർക്കും അവസരം വേണം. ഇത് ജയിച്ചവരും വീണ്ടും ജയിച്ചോണ്ട്. ഇനി മുഖ്യമന്ത്രിയായിട്ട് വേണം രമേശ് മരിക്കണമെങ്കിൽ, മുരളിക്ക് മരിക്കണമെങ്കിൽ, വേണുജിക്ക് മരിക്കണമെങ്കിൽ, സതീശന് മത്സരിക്കണമെങ്കിൽ, സുധാകരൻ പിന്നെ ഇല്ലെന്ന് പറഞ്ഞത്. ആ സുധാകർജിയൊക്കെ മാറ്റിയിട്ട് ചെറുപ്പക്കാരെ ഒരാൾക്ക് KPC പ്രസിഡന്റ് സ്ഥാനം കൊടുത്താൽ എന്താ? ഓടിപ്പോയി നടക്കട്ടെ. ഈ ഇത്തവണയും കൂടി LDF കിട്ടിയുമ്പോൾ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുള്ളൂ, അങ്ങനെ ചെയ്യായിരുന്നു. കോൺഗ്രസ് നേതാക്കളെ, UDF നേതാക്കളെ കോടതി പിരിഞ്ഞതിന് ശേഷം വക്കീലും നിയമം തെളിഞ്ഞിട്ട് കാര്യമില്ല. കോടതിക്കകത്ത് വെച്ച് നിയമം തെളിയണം. കേസ് വാദിച്ചുകൊണ്ട് നിൽക്കാല്ലേ പോയിന്റ് കിട്ടുന്നില്ല. പോയിന്റ് കിട്ടണ്ടേ? അത് കഴിഞ്ഞ് തോറ്റുപോയി, കക്ഷി തോറ്റും പോയി, വീട്ടിൽ ചെന്ന് ഊണം കഴിച്ച് പെണ്ണുമുള്ള മുറുക്കാൻ ചുരുട്ടി തന്ന് സ്വറ പറഞ്ഞപ്പോൾ അയ്യോടാ ഇങ്ങനെ പറയാതെന്ന് തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? ജഡ്ജി വിധി പറഞ്ഞ് ജഡ്ജി സ്ഥലം വിട്ട്. അവർ നിങ്ങൾ ഈ 26 എങ്ങനെയും കളഞ്ഞ് കിട്ടിയിട്ട് പിന്നെ നിങ്ങൾ അമ്പടാന്ന് വാവിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും സുരക്ഷയല്ല UDF. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല UDF ഇപ്പോഴത്തെ ഈ പോക്ക്. അതിൻ്റെ എല്ലാ ലക്ഷ്യവും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നേതാവില്ല, എല്ലാവരും നേതാക്കളാണ്. യൂണിറ്റ് പ്രവർത്തനമില്ല, ദേശീയ ലെവലിലില്ല. ദേശീയ ഞാൻ പറഞ്ഞില്ല, 20% മുസ്ലിങ്ങൾക്ക് ഈ രാഹുൽ ഗാന്ധി എന്ത് കൊടുത്തിട്ടുണ്ട്? എന്താ കൊടുക്കുന്നത്? മുസ്ലിം എന്ന് വാക്ക് ഉച്ചരിക്കുക. എൻ്റെ ഈ സംഭാഷണത്തിൽ ലോകം മുഴുവൻ പോകുന്നതെന്ന് എത്ര ആൾക്കാർ പറഞ്ഞു. എൻ്റെ ഇതൊക്കെ ശരിയാണല്ലോ, ഞങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഗൗരവം. നിങ്ങൾ ഏതോ മൊയ്തീൻ ഷാ എന്തോ വന്നാണ് ഞങ്ങൾ ആദ്യം ധരിച്ചത്. ഇപ്പോൾ അല്ല, നിങ്ങൾ പറഞ്ഞ് പോയിട്ട് ഞങ്ങൾ പിന്നെ വിശാലമായി ചിന്തിച്ചപ്പോഴേ, സമാധാനത്തിൽ പോയി മാറി ചിന്തിച്ചപ്പോഴേ കറക്റ്റാണുള്ളത്. ഇതിലിവിടെ ജാതീയത, ഇവിടെ വർഗീയത. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇവിടെ വർഗീയത. മുസ്ലിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാൻ പറയുന്നില്ലല്ലോ, ദളിത് കൂടുതൽ കൊടുക്കാൻ പറയുന്നില്ല, മുന്നോക്കിന് കൊടുക്കണ്ടെന്നും പറയുന്നില്ല. എല്ലാവർക്കും ജനസംഖ്യക്ക് ആനുപാതികമായി. അതാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് ഷായിസം, അതാണ് ജനതാദൾ നാഷണലിസ്റ്റ് പറയുന്നത്. ഇതൊരു ഷായിസമാണിത്, അംബേദ്കറിസം പോലെ.
അത് പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അവർക്ക് മനസ്സിലാവും എന്താണ് ഷാ, ഏത് ഷായ ഇത് എവിടെ കിടക്കുന്നത്, ഞങ്ങളാരും അറിയില്ല, അയാൾ പഞ്ചായത്ത് മുഴുവനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറിയിട്ട് പറയണ, എടോ ഈ മണ്ണൻ ഷാ പറയുന്നതൊക്കെ ശരിയാണല്ലോ എന്ന് പറയണ. ഏത് ലോകത്തിന് വിവിധ മലയാളികൾ സംസാരിക്കുന്ന ഭാഷയെന്ന് മലയാളി എല്ലാത്തും വിളിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന കറക്റ്റാണെന്നേ. പെർഫെക്റ്റ് എന്ന് പറയും. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആണ്. എന്താണ് പറയുന്നത്? ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് വേണം സ്ഥാനമാനങ്ങൾ പങ്കിടാൻ. ബാലറ്റ് പേപ്പർ ഒന്ന് ആവർത്തിക്കണം. അല്ല EVM മാറ്റി ബാലറ്റ് പേപ്പർ വേണം. 2 പ്രാവശ്യം ജയിച്ചവർക്ക് പിന്നെ അവസരം കൊടുക്കരുത്. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ട്, ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്ക് അവസരം കൊടുക്കാതെ പറഞ്ഞാൽ വേണമെങ്കിൽ ഒരിക്കൽ പോലും ജയിക്കുക, അവർക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് കൊടുക്കാം 60 വയസ്സ് കഴിഞ്ഞാലും. അല്ലാത്ത 40 താഴെയുള്ളവരും കൊടുക്കരുത്. 40, 20, 60 ആ ഒരു 20 വർഷ കാലഘട്ടത്തിലാണ് പക്വതയുള്ളത്. ആ സമയം അങ്ങനെ കൊടുക്കുള്ളൂ. ഈ 40-നും 60-നും എടുക്കുള്ള കൊടുക്കുള്ളൂ. പറഞ്ഞു നോക്ക്, കോൺഗ്രസ് കേരളത്തിൽ തന്നെ പൊട്ടി മുളച്ചു വരും. കാരണം അവർക്ക് പ്രതീക്ഷയുണ്ടപ്പോൾ. ഇത് പ്രതീക്ഷയില്ല. 20 വർഷം 30 വർഷം നടത്തിയാലും MLA ആകാനും പറ്റില്ല, പഞ്ചായത്ത് മെമ്പർ ആകാൻ പറ്റില്ല. അത് അവർ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ കൊടുക്കുള്ളൂ. പിന്നെ എന്തിനാ പാടുപെടുന്നത്? അതുകൊണ്ട് കോൺഗ്രസോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 24 ഇലക്ഷനിൽ UDF കേരളത്തിൽ ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. അത് ഇന്ത്യ ഭരിക്കണമെങ്കിലും ഇപ്പോൾ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഡൽഹി ഞങ്ങൾ വീണ്ടും പറയും, പ്രതിപക്ഷ സ്ഥാനമെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിട്ടിയില്ലെങ്കിൽ രാഹുൽജി, പ്രിയങ്കാജി, നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾ വഴി മാറിക്കൊടുക്കണം തലമുറയ്ക്ക് വേണ്ടി. അതൊരിക്കൽ ശ്രമിച്ചാണ്. രാഹുൽ ഗാന്ധിക്ക് നമ്മൾ അപ്രീഷിയേറ്റ് രാഹുൽ ഗാന്ധി. കാരണം അദ്ദേഹം പറഞ്ഞ, ഞാനോ അമ്മയും പെങ്ങളൊന്നും ഇനി വരുന്നില്ല, നിങ്ങൾ വേറെ ആൾ കൊടുക്കാമെന്നാ. അങ്ങനെ വന്നപ്പോൾ അപകടം മനസ്സിലായി. സംഘപരിവാറിനത് അപകടം മനസ്സിലായി. അപ്പോൾ ആരോ നോമിനിയുടെ 5000 കോടി കൊടുത്തല്ലോ. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് വെച്ചിട്ട് ഒരു ഓട്ടക്കലാശം 5000 കോടി മുടക്കി. കറണ്ട് കാശ് കെട്ട മാസം കറണ്ട് കാശില്ലാത്ത കോൺഗ്രസ് എവിടുന്ന് ഈ 5000 കോടി മുടക്കിയത്? അപ്പോൾ ഏത് കോർപ്പറേറ്റ് സ്ഥാപനമാണ് കൊടുത്തത്? അതറിഞ്ഞാൽ അറിയാമല്ലോ ആരാണ് ഇപ്പോൾ സോണിയ കുടുംബത്തെ രംഗത്ത് കൊണ്ടുവന്ന് ആരാന്ന് മനസ്സിലാവും. അത് മറ്റൊന്നുമല്ല, സംഘപരിവാർ തന്നെയാണ്. അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതിൻ്റെ വേണം. ആ കൂട്ടത്തിൽ ഇന്ത്യ യൂണിയൻ മലപ്പുറം ലീഗിനെതിരെ ഒരു ആരോപണം വന്നിട്ട് ഡൽഹിയിൽ നിർത്താൻ പറഞ്ഞ് ഒറ്റ ദിവസം എന്നുള്ളൂ. 2 ദിവസം അത് പിൻവലിച്ചില്ലേ? ആര് പിൻവലിക്കാൻ അവസരം കൊടുത്തു? ആര് പറഞ്ഞു പിൻവലിക്കാൻ? കാരണം ഇന്ത്യ യൂണിയൻ മലപ്പുറം ലീഗ് ഇതുപോലെ നിൽക്കണം, സോണിയ കത്തോലിക്ക കോൺഗ്രസ് നിൽക്കണം, മാത്രമേ BJP പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടെ മാറിക്കഴിഞ്ഞാണ്ടില്ല, മണൽച്ചിറ ഒഴുകും പോലെ BJP ആൾക്കാർ ഒഴുകിപ്പോവും. ഇപ്പോൾ രക്ഷയില്ല. കൊച്ചു പാകിസ്ഥാൻ വരുന്നു, കത്തോലിക്ക വരുന്നു. ആന്ധ്രാപ്രദേശിലെ 3000 ഒരു പള്ളി പൊളിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ചർച്ച്. 3000 പേരാണ് അവിടെ ആ മാസിൽ മതപരിത്വം നടത്തുന്നത്. പ്രധാനമന്ത്രി അടുത്ത് കടലാസ് വന്നു. എന്താണ് കെന്നഡി കരിമ്പാലൊക്കെ വല്ലതും പറയാനുണ്ടോ? കെന്നഡി കരിമ്പാലൊക്കെ വർഗീയത പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ കാര്യം തിന്നാൻ നടക്കണല്ലോ. ഇന്നിപ്പോൾ കുറച്ചാലും ഉണ്ടായില്ലേ ശല്യം, ഇപ്പോൾ വീട് തുടങ്ങിയിട്ടുണ്ട്. കെന്നഡി കരിമ്പാല് 3000 പേര് വെച്ച് ആസത്തിൽ മതപരിത്വം നടത്താൻ ആന്ധ്രയിലെ ക്രിസ്ത്യൻ പള്ളി. ആ പള്ളി പൊളിക്കാനുള്ള കൊണ്ടിട്ടേക്കാം. പഞ്ചാബിൽ ക്രിസ്ത്യാനി അല്ല എന്നാണ് ഈ പറഞ്ഞ മാത്യു സാമുവൽ. ആ പേരെ മാത്യു സാമുവൽ കൊടുത്താൽ ഞാൻ പറഞ്ഞ ആ രാജമുടി പട്ടമുടി ആ സ്ഥലത്തിൻ്റെ അവിടുത്തെ ആ സ്ഥലത്ത് അവർ താമസിച്ച് അവിടെ നിന്ന് കൊടുത്തു വളർത്തിയൊക്കെ. അവസാനം അവിടെ നിന്ന് എല്ലാം വിട്ടുകൊണ്ട് പോയി, അമ്മയ്ക്ക് കൊണ്ട് പോയി. അതിപ്പോൾ മുസ്ലിം വിരോധമാണ്. വ്യക്തിവിരോധം ഉണ്ടാക്കാം, അതിൽ മുസ്ലിങ്ങളുണ്ടാവും. മൊത്തം സമുദായത്തെ കുറ്റപ്പെടുത്താൽ PC ജോർജിനെ പോലെ ഇദ്ദേഹം ഒരു വയറിനാണല്ലോ. PC ജോർജ് വയറും പോലെയാണ്. അവരൊക്കെയാണ് എല്ലാം ലോകത്ത് അറിഞ്ഞു വരുന്നതാണ്. അത് വേണ്ട മാത്യു, അത് വേണ്ട. നിങ്ങൾ കുറച്ച് ഇരുത്തമത്തെ രീതിയിൽ വിമർശിച്ചാൽ കുഴപ്പമില്ല. ആ അടിച്ചുള്ള ആക്ഷേപമുണ്ടല്ലോ. അറബികൾ ബുദ്ധിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇവിടുത്തെ ദളിതുകൾ അവർക്ക് പരിചയക്കുറവുണ്ട്, ശരിയാണ്. അവർ കുറ്റപ്പെടുത്താൻ വളർത്തിടും. 14-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ കാട്ടറബികൾ പിന്നെ മോശക്കാരെ സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസമായിട്ടില്ല. അത് വളർത്തിയെടുത്താണ് ആ ഘട്ടത്തിലൊക്കെ പ്രവാചകൻ ഇറങ്ങിയത്. അപ്പോൾ അതിന് ക്ഷീണമുണ്ട്. എന്നിട്ട് 6 വയസ്സ് കല്യാണം കഴിച്ചു, 9 വയസ്സ് കല്യാണം കഴിച്ചു, 16 വയസ്സ് കല്യാണം കഴിച്ച് എന്തൊരു അവഹേളനാണ്. എടോ സാമൂഹിലെ നിങ്ങൾ പരിഷ്കാരം പറഞ്ഞില്ലേ? നിങ്ങൾ നോക്ക്,
മഹാത്മാഗാന്ധി കല്യാണം കഴിച്ചത് 12 വയസ്സുള്ളൂ. അതിനിപ്പോൾ പല സന്യാസിമാരും കല്യാണം കഴിച്ച് 8 വയസ്സ്. ഇവിടെ ശിശു വിവാഹമുള്ള കാലമാണ് ഇന്ത്യയിൽ. ഇനി വേറെ കാലമുള്ള മുസ്ലിങ്ങളെല്ലാം കുഴപ്പക്കാരന് കൊണ്ടാത്തരാന്ന് മാത്യു സാഹിബിൽ എടുത്തെടുത്തോണ്ട് ഒരു ദിവസം 4-5 പ്രാവശ്യമായിട്ട് ചാനൽ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ മനസ്സിലായില്ലേ ഈ തീപിടുത്തമുണ്ടായ കൊളംബിയയിൽ അവിടെ ദൈവവിശ്വാസം ഇല്ല, സെക്ഷലായിട്ട് ഒരു നിയന്ത്രണവും ഇല്ല. ആ സംസ്കാരമാണ് ഏറ്റവും നല്ലത്. അത് ശരീരം മുഴുവൻ മറച്ചു കിടക്കുന്നതോ? ഏതാണ് നല്ല സംസ്കാരം? ഇവിടെ ശരീരം മുഴുവൻ മറച്ചു കിടക്കുന്ന ആ അറബിയുടെ കാട്ടറബിയാണ്. കൂടുതലില്ല. പിന്നെ എല്ലാം നഗ്നത കാണിച്ച് നടക്കുന്നതാണ് വലിയ പരിഷ്കാരം. ദൈവഗോവാന്ന് ഒരാൾ പറഞ്ഞത്. എന്നിട്ട് മാത്യു സാമുവൽ വന്നത് മുസ്ലിങ്ങൾ മുഴുവൻ കൊല്ലാത്തവരും തെറ്റുകാരും വഞ്ചകരൊക്കെയാണ്, വർഗീയവാദികളാണ്. അമേരിക്കയൊക്കെ എത്ര സുന്ദരമാണ്. അറിയാലോ, അമേരിക്കയിലെ ബീച്ച് കണ്ട് അറിയാലോ സുന്ദരം. ബീച്ച് കാണിക്കുന്നുണ്ട്. അതാണ് സംസ്കാരം. ഇപ്പം രാജാവ് നഗ്നനാണെന്നൊരു കൊച്ചു പറഞ്ഞ പോലെ എല്ലാവരും കുളിമുറിയിൽ നഗ്നനാണ് പറയുന്നത്. തെറ്റാണ്. ഒരു മുസ്ലിമാൻ ഒരിക്കലും കുളിമുറി നഗ്നം നിൽക്കാൻ പറ്റില്ല. കുളിമുറിയിൽ പോലും പൂർണ്ണ നഗ്നം നിൽക്കാൻ പാടില്ലതാണ് പ്രവാചകവചനം. അതൊക്കെ പരിഷ്കാരമല്ല, അതൊക്കെ മോശമാണ്. തുണിയില്ലാതെ നടക്കുന്നതാണ് പരിഷ്കാരം എന്ന് പറഞ്ഞ മാത്യു സാമുവൽ. അതൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞോ. പക്ഷേ ഈ സമുദായത്തിൻ്റെ പേരിൽ ഒരു സമുദായത്തിൻ്റെ പേരിലും അടിച്ചാക്ഷേപിക്കരുത്. ഇത്ര പറയുള്ളൂ. ഒരു സമുദായത്തിൻ്റെ പേരിലും അടിച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ പ്രവർത്തിച്ചോ കാശിലാക്കിയാൽ നമുക്ക് പരാതിയില്ല. അങ്ങനെ ചെയ്താൽ 1-9 മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞത് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.